സംഭാഷണമാണെന്ന് നാം പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണല്ലോ. ഈശോയോട് സംസാരിക്കണമെങ്കിൽ നാം ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിശബ്ദത പാലിക്കണം. ഈ നോമ്പ് കാലഘട്ടം നാം കൂടുതൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണല്ലോ. നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഒരു നിയോഗം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മനുഷ്യ മനസ്സിനെ പിടിച്ചുകൊടുക്കുന്ന പല അക്രമാസക്തമായ മരണങ്ങൾ സൃഷ്ടിക്കുന്ന യുവതലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധ മറിയം ത്രേസ്യാമ്മ ക്രൂശിതനായ ഈശോയുടെ അരികിലിരുന്ന് അവിടുത്തെ കരുണാർദ്ര സ്നേഹത്താൽ നിറഞ്ഞ് ദൈവകരുണ ആവശ്യമുള്ള എല്ലാ ഇടങ്ങളിലേക്കും ഓടിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതുപോലെ പാവബോധത്താൽ അനുതാപമുള്ള ഹൃദയത്തോടു കൂടി ദൈവിക ജീവൻ വീണ്ടെടുക്കുവാൻ യുവതലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ ഈശോ നമ്മെ സമൃദ്ധമായി